വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ബുംറയുടെ യോർക്കറുകളെയും സാറ്റ്നറുടെ കുത്തിത്തിരിയുന്ന പന്തുകളെയും അതിജീവിച്ചുകൊണ്ട് അഖിൽ ഹുസൈനെ മറുവശത്ത് സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ക്രിഷ് ഭഗതിൻ്റെ അവസാന ബോളിൽ ബൗണ്ടറി അടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ എന്ന മലയാളികളുടെ പ്രിയങ്കരനായ ബാറ്റർ സെഞ്ചുറി നേടുന്നു. ശേഷം ബൗളിങ്ങിനെത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നത് അഖിൽ ഹുസൈൻ. സഞ്ജു സാംസന്റെ കൂടെ അവസാന ഓവറിൽ ബാറ്റ് ചെയ്യാനുണ്ടായിരുന്ന പാർട്ട്ണർ. സഞ്ജു സാംസനെ വിക്കറ്റിന് പിന്നിൽ സാക്ഷിയാക്കിക്കൊണ്ട് ആദ്യ ഓവറിൽ തന്നെ അഖിൽ ഹുസൈൻ വിക്കറ്റ് നേടിയെടുക്കുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ 4 മുൻനിര ബാറ്റർമാരെയാണ് അഖിൽ ഹുസൈൻ ഇന്ന് പുറത്താക്കിയത്. ഡാനിഷ്, നെമാന്തിർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ. അതിൽ ഡാനിഷിനെയും നെമാന്തിറിനെയും 0-ന് അഖിൽ ഹുസൈൻ്റെ മാന്ത്രിക ബോളുകൾ കീഴടക്കിയത്. 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത അഖിൽ ഹുസൈൻ എന്ന വെസ്റ്റ് ഇൻഡീസ് ബൗളർ നേടിയെടുത്തത് 4 വിക്കറ്റുകൾ. അതെ, പറഞ്ഞു വന്നത് ഇന്ന് സഞ്ജു സാംസണും അഖിൽ ഹുസൈനും കൂടി പേരുകെട്ട മുംബൈ ഇന്ത്യൻസിൻ്റെ കഥ കഴിച്ചിരിക്കുന്നു. എന്നത്തെയും പോലെ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകരുടെ ഒരു ആവേശമാണ് ആ മത്സരത്തിന്. കാരണം മറ്റൊന്നുമല്ല, പഴയ പ്രതാപികളാണ് ഇരു ടീമുകളും. ഇത്തവണ IPL ഏറ്റവും പിറകിലാണ് രണ്ടുപേരും. പക്ഷേ പഴയ പ്രതാപത്തിൻ്റെ പേരിൽ തന്നെ ആരാധകർ IPL ഏറ്റവും കൂടുതലുള്ള ടീമുകൾ തന്നെയാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. 5 തവണയാണ് ഇരു ടീമുകളും IPL ചാമ്പ്യന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലും ഈ മത്സരത്തിന് പ്രസക്തിയുണ്ടായിരുന്നു, വാശിയുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു. എന്നാൽ ആ വാശിയും വീറും ഒരൽപ്പം പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ, ആ വാശിയോടും വീറിനോടും ഒരൽപ്പം പോലും നീതി കാണിക്കാൻ കഴിയാതെ മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് നിരയും ബാറ്റിംഗ് നിരയും അമ്പെ പരാജയപ്പെടുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനോട്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ബാറ്റിങ്ങിനൊട്ടും അനുകൂലമല്ല എന്നറിഞ്ഞിട്ടും ഒരറ്റത്ത് പതറാതെ പിടിച്ചു നിന്ന് സെഞ്ചുറിയോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രക്ഷകനായി മാറുകയായിരുന്നു വീണ്ടും മലയാളികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ. വേൾഡ് കപ്പിന്റെ ഹീറോ ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും രക്ഷകനായി മാറുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു സാംസൺ തിളങ്ങിയ മത്സരങ്ങളൊന്നും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടിട്ടില്ല. 116, 49, ഇന്ന് 101. ആ സെഞ്ചുറിയുടെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ബൗളിംഗ് പ്രകടനമാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നിർവഹിച്ചത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിന്റെ ജയപരാജയങ്ങളുടെ വിധി നിർണയിക്കുക അഖിൽ ഹുസൈനും നൂർ അഹമ്മദുമായിരിക്കുമെന്ന് അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നു. 4 ഓവറിൽ 17 റൺസിന് അഖിൽ ഹുസൈൻ 4 വിക്കറ്റുകൾ നേടിയപ്പോൾ 4 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് നൂർ അഹമ്മദും കരുത്തുകാട്ടിയ മത്സരമായിരുന്നു ഇന്നത്തേത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിച്ച മത്സരം കൂടിയായിരുന്നു ഇന്ന് മുംബൈക്കെതിരെ നടന്നത്. മുംബൈ ഇന്ത്യൻസിനെതിരെ ഇന്നത്തെ 103 റൺസിന്റെ വിജയത്തോടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ 4 ടീമുകളിലേക്ക് എത്താനുള്ള പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ഇന്നത്തെ വൻ വിജയത്തോടെ ചെന്നൈ സൂപ്പർ കിങ്സ് കുതിക്കുന്നത് 5ാം സ്ഥാനത്തേക്ക്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി പുറത്താകാതെ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.